നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യൻ സൈനിക വിമാനം തകർന്നു വീണു. 65 പേർക്ക് ജീവൻ നഷ്ടമായി. കൊല്ലപ്പെട്ടവരിൽ പകുതിയിലധികവും റഷ്യൻ തടവുകാരായ യുക്രൈൻ സൈനികരാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. റഷ്യയുടെ IL-76 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ് ഇത്തരത്തിൽ തകർന്നു വീണത്. റഷ്യ യുക്രൈൻ അതിർത്തി പ്രദേശമായ ബെൽഗ്രോഡ് മേഖലയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. തടവുകാരെ മാറ്റി പാർപ്പിക്കാനായി കൊണ്ടുപോകുകയായിരുന്നു. അതിനിടെയാണ് വിമാനം തകർന്നു വീണുകൊണ്ടുള്ള അപകടമുണ്ടായത്. വിമാനത്തിലെ 6 ക്രൂ മെമ്പർമാരും 3 റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും വിമാനത്തിനകത്തുണ്ടായിരുന്നതായി റഷ്യൻ ഡിഫൻസ് മിനിസ്ട്രി അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്തായാലും റഷ്യയിൽ ഒരു വിമാനം തകർന്നു വീണു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒക്കെ ചില വിമാനങ്ങൾ തകർന്നു വീണ വാർത്തകൾ നമ്മൾ തുടരെ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാനഡയിൽ ചെറു വിമാനം തകർന്നു വീണ് 6 തൊഴിലാളികൾ മരിച്ച വിവരം നമ്മൾ അറിഞ്ഞതാണ്. ഖനന കമ്പനിയിലെ തൊഴിലാളികളാണ് മരിച്ചത്. കാനഡയിലെ വടക്ക് പടിഞ്ഞാറ് പ്രദേശമായ ഫോർട്ട് സ്മിത്തിലായിരുന്നു വിമാനം തകർന്നു വീണത്. ഖനന കമ്പനിയായ റിയോ ടിൻഡോയുടെ ഡൈവിക് ഡയമണ്ട് ഖനിയിലേക്ക് തൊഴിലാളികളുമായി പോകുകയായിരുന്ന വിമാനമാണ് തകർന്നത്. 19 പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനം നോർത്ത് വെസ്റ്റേൺ എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. അപകടത്തിൽ റിയോ ടിൻഡോ ചീഫ് എക്സിക്യൂട്ടീവ് ജേക്കബ് സ്റ്റൗഷോം ദുഃഖം രേഖപ്പെടുത്തുകയുണ്ടായി. അപകട കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ അധികൃതരുമായി സഹകരിക്കുമെന്ന് സ്റ്റൗഷോം അറിയിക്കുകയുണ്ടായി. അതേസമയം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇന്ത്യയിൽ നിന്നും പറന്നുയർന്ന വിമാനം നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണ ഒരു വാർത്തയെ നമ്മൾ അറിഞ്ഞത്. അഫ്ഗാനിസ്ഥാനിലായിരുന്നു ആ യാത്രാ വിമാനം തകർന്നു വീണത്. 6 പേരെ കാണാതായിരുന്നു. മോസ്കോയിലേക്കുള്ള വിമാനമായിരുന്നു ടോപ്കാന കുന്നുകൾക്ക് മുകളിൽ വീണതെന്ന് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപകടമുണ്ടാക്കിയത് അട്ടിമറിയല്ലെന്ന സൂചനകളടക്കം തുടക്കത്തിൽ തന്നെ കിട്ടിയതാണ്. ഇക്കാര്യത്തിൽ വിശദ അന്വേഷണം നടക്കുകയാണ്. ആരെങ്കിലും ഇന്ത്യൻ വിമാനമാണെന്ന് കരുതി ആക്രമണം നടത്തിയതാണോ എന്ന സംശയമൊക്കെ തുടക്കത്തിൽ പ്രബലമായിരുന്നു. എന്നാൽ അഫ്ഗാനോ ഇന്ത്യയോ റഷ്യയോ ഇത്തരത്തിൽ പ്രതികരണമൊന്നും നടത്തിയിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിലെ ബദഖ്ഷാൻ പ്രവിശ്യയിലായിരുന്നു യാത്രാ വിമാനം തകർന്നു വീണത്. ഇത് ഇന്ത്യൻ യാത്രാ വിമാനമാണെന്നൊരു പ്രാദേശിക മാധ്യമത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അന്ന് തന്നെ നിരസിച്ചതാണ്. തകർന്ന യാത്രാ വിമാനം ഇന്ത്യയിൽ നിന്നുള്ളതല്ലെന്നും മൊറോക്കോയിൽ രജിസ്റ്റർ ചെയ്ത ചെറുകിട വിമാനമാണ് എന്നും ഒക്കെ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ച നിർഭാഗ്യകരമായ വിമാന അപകടത്തിൽപ്പെട്ടത് ഒരു ഇന്ത്യൻ ഷെഡ്യൂൾഡ് എയർക്രാഫ്റ്റോ നോൺ ഷെഡ്യൂൾഡ് ചാർട്ടർ വിമാനമോ അല്ല, മൊറോക്കോൻ രജിസ്റ്റർ ചെയ്ത ചെറുകിട വിമാനമാണിത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ടതാണ്. ഇന്ത്യൻ വിമാനമാണ് തകർന്നു വീഴുന്നതെന്ന് ആദ്യഘട്ടത്തിൽ അഭ്യൂഹം ഉയർന്നിരുന്നെങ്കിലും ഇന്ത്യൻ വിമാനമല്ലെന്ന് വ്യോമയാന മന്ത്രാലയം പിന്നീട് സ്ഥിരീകരിച്ചു. റഷ്യയിൽ രജിസ്റ്റർ ചെയ്ത ഫ്രഞ്ച് നിർമ്മിത എയർ ആംബുലൻസ് വിമാനമാണ് തകർന്നതെന്നും തായ്ലൻഡിൽ നിന്നും പുറപ്പെട്ട വിമാനം ബീഹാറിലെ ഗയ വിമാനത്താവളത്തിൽ ഇന്ധനം നിറയ്ക്കാനായി ഇറങ്ങിയിരുന്നുവെന്നും വിമാനത്തിൽ ഇന്ത്യക്കാരില്ല എന്നതടക്കമുള്ള വിശദമായ വിവരം തന്നെ വ്യോമയാന മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.